നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന, നമ്മൾ നിരന്തരം കൊണ്ടുപോകുന്നതിൽ ജസ്റ്റ് ഒന്ന് കണ്ണടക്കലാണ് മെഡിറ്റേഷൻ. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഏറെ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പകല് മനുഷ്യൻ ഒരു പൂട്ടിയിട്ട റൂമിനകത്താണ്, രാത്രി തുറന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. രാത്രി തുറന്ന ലോകത്തും പകല് അടഞ്ഞ ലോകത്തുമാണ് ജീവിക്കുന്നത്. അതായത് സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് 8 മിനിറ്റാണ്. 8 മിനിറ്റ് 20-22 സെക്കൻഡ്, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പകല് ഒരു 8 മിനിറ്റ് പ്രകാശ വർഷം വരുന്ന ഒരു റൂമിനകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ കാണാൻ പറ്റും. പക്ഷെ രാത്രിയാണെങ്കിലും സൂര്യപ്രകാശം ഇവിടെ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് ആണെങ്കിൽ മറ്റ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് 1000, 5000 പ്രകാശ വർഷം അകലെയാണ്. അപ്പൊ അതിനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ തുറന്ന ലോകത്ത് ജീവിക്കുന്നത് എപ്പോഴും രാത്രിയാണോ പകലാണോ? ഇതുപോലെയാണ് വിശ്വാസങ്ങൾ. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം തന്നെ, നമ്മളിലേക്കൊരു വിശ്വാസം സെറ്റ് ചെയ്തിട്ടുണ്ട് സൂര്യനെ പോലെ. അതിനപ്പുറത്തേക്ക് മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്റെ മതം, അവന്റെ നേരത്തെ പറഞ്ഞ കൊടി, ഇതിലെല്ലാത്തിലും ഇത് സൂര്യനെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു ലോകം കാണാൻ പറ്റില്ല. മറ്റൊരു അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനുഷ്യന്റെ ഒരവസ്ഥയും മനുഷ്യന് കാണാൻ പറ്റില്ല. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന, നമ്മൾ നിരന്തരം കൊണ്ടുപോകുന്നതിൽ ജസ്റ്റ് ഒന്ന് കണ്ണടക്കലാണ് മെഡിറ്റേഷൻ. ഓക്കെ, അതായത് ആ സൂര്യനിൽ നമ്മൾ കണ്ണടച്ച് ഇരുട്ട് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതിനപ്പുറത്തേക്കുള്ള, അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെയും കൂടി, അപ്പുറത്ത് നിൽക്കുന്ന ജീവിയെയും കൂടി, അപ്പുറത്ത് നിൽക്കുന്ന ഫിലോസഫിയെയും കൂടി ചിന്തിക്കാനും കാണാനും പറ്റണമെങ്കിൽ നമ്മൾ നേരെ നിൽക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് അല്പം കണ്ണടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും എന്താണ് മറ്റൊന്നിനെയും കൂടി സ്നേഹിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് തന്നെയായിരിക്കും ശരി.